അതുപോലെ തന്നെ കുറെ പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു, മോളെ ഇതൊക്കെ പറ്റുന്ന പണിയാണ്, ഇതൊക്കെ ഉരുണ്ട വീടുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വാശിപ്പുറത്താണ് ബുള്ളറ്റ് ഓടിക്കാൻ പഠിച്ചത്. റേഡിയോയിൽ കയറി ആദ്യത്തെ സാലറി കിട്ടിയപ്പോൾ ഓർത്തെയാണ് ബുള്ളറ്റ് എടുക്കുന്നത്, പക്ഷെ അത്രയും പൈസ ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പൈസ ഗെയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ നമുക്ക് ആവശ്യം ഒരു കാറായിരുന്നു. അതുകൊണ്ട് ഞാൻ കർവ് എടുത്തു. ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട ഒരു വർഷം ഞാൻ നോക്കി നടന്ന കാറാണ് ഞാൻ എടുത്തത്, കർവ്. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഞാൻ എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എടുത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ ആഗ്രഹമാണ്. അപ്പൊ ചാച്ചൻ എപ്പോഴും പറയും, അമ്മയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ടൂ വീലർ ഒന്നും ഇല്ല. ചാച്ചന്റെ ഫ്രണ്ട് തന്നൊരു പഴയ ടൂ വീലറാണ് ഞങ്ങൾ ഇപ്പോഴും ഓടിച്ചോണ്ട് നടക്കുന്നത്. അപ്പം അതല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ വണ്ടിയൊന്നും ഇല്ല ടൂ വീലർ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ചാച്ചാ നമുക്ക് എപ്പോഴെങ്കിലും പുതിയ വണ്ടി എടുക്കുമ്പോൾ ബുള്ളറ്റ് എടുക്കാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ മനുഷ്യ? ആ വാക്ക് ഞാൻ സാധിച്ചിരിക്കുകയാണ്, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. ഇനി അപ്പനും അമ്മയ്ക്കും ശരി നടക്കാം ഇതില്. അതോടൊപ്പം എന്റെ അനിയത്തി ഒന്ന് എഴുതിയിരിക്കുന്നത് മരി എപ്പോഴും പറയും, മരി നല്ലപോലെ ബുള്ളറ്റ് ഓടിക്കുന്നതാണ്. അപ്പൊ മറിയ പറയും, നമുക്കൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും കൂടെ കറങ്ങി നടക്കാറുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഒരു കുടുംബക്കാർ മുഴുവൻ ഒരുമിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് സമ്മാനമായിട്ട് എന്റെ പിറന്നാൾ ദിവസം നൽകാൻ പോകുന്നത്. അപ്പൊ എന്താ വെച്ചോ ഹണ്ടർ 350 ഓപ്പൺ ചെയ്തു. ചേട്ടാ ബാഗിൽ നല്ലൊരു പാട്ടിട്ട് ആ ഡിപ്രഷൻ അടിച്ചതിന് മുൻഷേട്ടൊക്കെ വിളിച്ചാൽ ഭയങ്കര കരച്ചിലാണ്. ഇവരൊക്കെ എനിക്ക് മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഏറ്റില്ല. എന്നിട്ട് ആകപ്പാട് ലൈഫിൽ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ അനിയത്തി ഒരു വർഷം പുറകെ നടന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡിപ്രഷൻ